സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു എന്നതാണ്. സ്ത്രീകൾ പള്ളിയിൽ പോവുകയാണ്, അതുകൊണ്ട് അത് ഇസ്ലാം ഹറാമാക്കിയതാണ് എന്നാണ് അവർ പറയുന്നത്. അതാ മറ്റൊരു ആരോപണം. പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണെന്നൊരു സമയത്ത് പറഞ്ഞു, പിന്നെ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞു, പിന്നെ അത് അനുവദനീയമാണെന്ന് പറഞ്ഞു. ഇപ്പോഴും പലതും പറഞ്ഞ് വിഭാഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പിന്തുണ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പറയാനുണ്ടോ? ലക്ഷക്കണക്കിന് ഹദീസുകൾ കേട്ടോ. മുജാഹിദുകൾ എന്ത്? സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്ന് പറഞ്ഞു, പിന്നെ അനുവദനീയമാണെന്ന് പറഞ്ഞു. മുജാഹിദുകൾ അന്നും ഇന്നും എന്നും പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്നാണ്. അതാരാ പഠിപ്പിച്ചത്? ഞങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്നും നിങ്ങൾ തടയരുത്. കണ്ടോ, അല്ലാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് തടയരുത്. ഇതാരെ പഠിപ്പിച്ചത്? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന മറ്റൊരു റിവായത്തിൽ കാണാം, ലാ തംനഉ ഇമാ അല്ലാഹി അൻ യുസല്ലീന ഫിൽ മസ്ജിദി. പലപ്പോഴും ഈ ഹദീസ് വായിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പള്ളിക്ക് ജുമാ ജമാഅത്തിന് പോകാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ജുമാ ജമാഅത്തിന് പോകാൻ പറ്റൂല, മറിച്ച് പ്ലേറ്റിൽ എഴുതാൻ പോകാ, നൂലൂതി കെട്ടാൻ പോകാ, അതുപോലെ തന്നെ ഉറൂസിന് പോകാ, അങ്ങനെ പല കാര്യങ്ങൾക്കും പള്ളിയുമായിട്ട്, എന്ന് വെച്ചാൽ മുസ്ലിയാക്കന്മാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പള്ളിയിലേക്ക് പോകാം, അല്ലാതെ നിസ്കരിക്കാൻ പോകാൻ പാടില്ല. അതാണ് ഹദീസിന്റെ അർത്ഥം എന്ന് പറയുന്ന ആളുകളെ, ഇതാ മറ്റൊരു റിവായത്ത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി അൻ യുസല്ലീന ഫിൽ മസ്ജിദി, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകൾ അല്ലാഹുവിന്റെ പള്ളികളിൽ നമസ്കരിക്കുന്നതിനെ നിങ്ങൾ തടയരുത്. അതാ ഇസ്ലാമിലെ രേഖ. ഇങ്ങനെ നിങ്ങൾ ഹദീസ് വായിക്ക്, നിങ്ങളുടെ ആദർശങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഹദീസ് വായിക്ക്. സ്വഹീഹായ ഹദീസ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ പറ, അല്ലെങ്കിൽ ലൈഫ് ആണെങ്കിൽ അത് പറ. നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ്, അവരെ തടയരുത് എന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇനി ശാഫി മദ്ഹബ് എന്താ പറയുന്നത്? ശാഫി മദ്ഹബ് എന്താ പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാന്യ പണ്ഡിതൻ, അദ്ദേഹം അതാ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു മുൻദിറിൽ നിന്ന് ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ശറഹുൽ മുഹദ്ദബ്, അതിന്റെ 4-ാം വാള്യത്തിൽ കാണാം, വഖദ് നഖല ഇബ്നു മുൻദിർ വഅയ്റുഹു അൽ ഇജ്മാ അലാ അന്നഹാ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസാ. കേട്ടോ, ഇബ്നു മുൻദിറിൽ നിന്ന് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബിൽ, നിങ്ങൾ പള്ളി ദർസുകളിൽ ഓതി പഠിക്കുന്ന ആ ഗ്രന്ഥമാണ് ശറഹുൽ മുഹദ്ദബ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാം, അതെ, ഒരു സ്ത്രീ പള്ളിയിൽ ഹാജരായി ജുമുഅ നമസ്കരിക്കുന്ന പക്ഷം അത് അനുവദനീയമാണ്, ജാസ. ഇതേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ, അനുവദനീയമാണ്, സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്ത് അനുവദനീയമാണ്. ഇത് പറഞ്ഞതിന്റെ പേരിലാണോ ഞങ്ങൾ പുത്തൻവാദികളായത്? ആണോ? ഇനി ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ എല്ലാ പള്ളികളിലും യാത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട്. എന്താണ് നിങ്ങൾക്ക് അതിനുള്ള രേഖ? ഏതെങ്കിലും മുസ്ലിയാര്, ആ നാട്ടിലുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ ആ യാത്രക്കാരായ സ്ത്രീകൾക്ക് ഒരുക്കിയ സൗകര്യം ഉപയോഗിച്ച് അവിടെ ചെന്ന് നമസ്കാരം നിർവഹിച്ചാൽ അതിന്റെ ഹുക്കം എന്താണ്? യാത്രക്കാരിയല്ലാത്ത ഒരു പെണ്ണ് അവിടെ മുസ്ലിയാർ വാതിൽ പഠിക്കുന്നുണ്ടോ? യാത്രക്കാരിയാണോ അല്ലേ എന്നറിയാൻ ഇല്ലല്ലോ. അവിടെ നാട്ടിലുള്ള ഒരു സ്ത്രീ എങ്ങാനും അവിടെ കയറി നമസ്കരിച്ചാൽ അതിന്റെ ഹുക്കം എന്താ? ഹറാം എന്നാണോ? നിങ്ങൾ പറയണം. ഇനി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇതിനും കൃത്യമായ രേഖയുണ്ട്. ഇനി ഹദീസ് പറഞ്ഞില്ല എന്ന് പറയരുത്, ശാഫി മദ്ഹബിന്റെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറയരുത്. രണ്ടും ഇവിടെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിന് തെളിവല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം. ശറഹുൽ മുഹദ്ദബിൽ ഇല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ് ഇല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ തെളിയിക്ക്, സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്ത് ഹറാമാണ് എന്ന് നിങ്ങൾ പറ. നിങ്ങൾ കൊണ്ടുപോകാൻ അതിന് രേഖ, അനുവദനീയമാണെന്നതിന് രേഖയുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പള്ളികളിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിലുള്ള വനിതകൾക്ക് മതപരമായ അറിവ് ലഭിക്കപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നൂലാമാലകളിൽ അതേ പല രൂപത്തിലുള്ള സലാത്തുകളുണ്ട്. നാരിയ സലാത്ത് പോലെ, കൻഡുൽ അർശ് പോലെ, അഅ്ലമു സലാത്ത് പോലെ, അതുപോലെയുള്ള ധാരാളം നാലുകളും മൗലൂദുകളും റാത്തീബുകളും ഈ നൂലാമാലകളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലുള്ള സഹോദരിമാർ അതേ അവർ രക്ഷപ്പെട്ടത് ഈ ജുമഅകൾക്ക്, മുജാഹിദുകളുടെ ജുമഅകൾക്ക് അവർ പള്ളികളിലേക്ക് വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് സ്ത്രീകൾ വിവരമുള്ളവരാകാൻ പാടില്ല. കാരണം അവരുടെ അടുക്കലേക്ക് സാമ്പത്തികമായി കൊണ്ട് അവർക്ക് ലഭിക്കുന്ന വരവ് അതിന് ശോഷണം സംഭവിക്കും. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ അവർ എതിർക്കുന്നത്. അല്ലാതെ ഇസ്ലാം സ്ത്രീകൾക്ക് ജുമഅ ജമാഅത്ത് ഹറാം എന്ന് പറഞ്ഞിട്ടില്ല.